Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 302 സ്ട്രക്ചറൽ അനാലിസിസ് 2-ലെ 5th മൊഡ്യൂളിലെ ലാസ്റ്റ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 13th ലെക്ചർ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ 2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മൂന്നാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, എ സ്റ്റീൽ ഫ്രെയിം സപ്പോർട്ട്സ് എ റൊട്ടേറ്റിംഗ് മെഷീൻ which exerts a horizontal force at the girder level and is 50 into 10 raised to 3 sin 10t Newton. ഓക്കെ, ഇപ്പോൾ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് വന്നിരിക്കുന്നത് 50 into 10 raised to 3 sin 10t അത്രയും ന്യൂട്ടൺ. അസ്യൂം 4% critical damping. Determine steady state amplitude of vibration. I value for column is 150 into 10 raised to minus 6 meter raised to 4. E is equal to 210 gigapascal, M is equal to 5000 kg. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫിഗർ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്രിഡർ ഇതാണ് ബീം. ഇവിടെ നമുക്ക് തന്നേക്കുന്ന എക്സൈറ്റേഷൻ ഫോഴ്സാണിത്. ഇത് 2 കോളത്തിലാണ് കൊടുത്തേക്കുന്നത്. കോളത്തിൻ്റെ ലെങ്ത് 3 മീറ്ററാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കോളത്തിൻ്റെ സപ്പോർട്ടാണ്. കോളം ഹിഞ്ച്ഡ് സപ്പോർട്ടിലാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളത്തിൻ്റെ സ്റ്റിഫ്നെസ് K കണ്ടുപിടിക്കണം. ഇവിടെ 2 കോളമാണ് അല്ലേ. അപ്പോൾ 2 കോളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കാണണം. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇതൊരു സ്റ്റിഫ്നെസ് ഇവിടെ ലോഡ്. അപ്പോൾ ആക്ച്വലി ഇതെന്തായിരിക്കും, പാരലൽ കണക്ഷൻ പോലെ ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ് K എന്ന് പറഞ്ഞാൽ 2 times 2 കോളത്തിൻ്റെ സ്റ്റിഫ്നെസ്, ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ എഴുതാം. അപ്പോൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കോളത്തിൻ്റെ I വാല്യൂ തന്നിട്ടുണ്ട്. I is equal to 150 into 10 raised to minus 6 meter raised to 4. ഇനി അടുത്തത് ക്രിട്ടിക്കൽ ഡാമ്പിങ് 4% തന്നിട്ടുണ്ട്. അതായത് അപ്സിലോണിൻ്റെ വാല്യൂ 4% ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/100.04 എന്ന് കിട്ടും. ഇനി മാസ്, അതിൽ വരുന്ന വെയിറ്റ് 5000 kg ആണ്. ഇനി യങ്സ് മോഡുലസ് 210 into gigapascal. ഇനി ഇതിൽ നിങ്ങൾ അറിയേണ്ട കാര്യം ജിഗ ഈസ് ഈക്വൽ ടു 10 raised to 9 പാസ്കൽ ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ജിഗ എന്ന് പറയുമ്പോൾ 10 raised to 9, പാസ്കൽ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഐയും മീറ്ററിലാണ്, ഇയും മീറ്ററിലാണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഈ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോർമലി നമ്മുടെ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് F0 into sin omega dash into t ആണ്. അതിന് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 50 into 10 raised to 3 into sin omega 10t. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും F0ൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ F0 is equal to 50 into 10 raised to 3 ന്യൂട്ടൺ. ഒമേഗ ഡാഷിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 10 ആണ്. അപ്പോൾ ഒമേഗ ഡാഷ് is equal to 10 radians per second. ഓക്കെ, ഇനി ഈ ഒരു ഫിഗറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എക്സ് ഡൈനാമിക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ബേസിക് ഇക്വേഷനിലേക്ക് വരാം. എക്സ് ഡൈനാമിക്കിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിലേക്ക് എത്ര എന്നുണ്ടെങ്കിൽ നമുക്ക് F0 തന്നിട്ടുണ്ട്, K കണ്ടുപിടിക്കണം, സ്റ്റിഫ്നെസ്, ബീറ്റ കണ്ടുപിടിക്കണം, ആപ്സിലോൺ തന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റയും Kയും കിട്ടണം. ഇനി ബീറ്റ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒമേഗ വേണം, ഒമേഗ കിട്ടണമെന്നുണ്ടെങ്കിൽ K വേണം, K കിട്ടണമെന്നുണ്ടെങ്കിൽ കോളത്തിൻ്റെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ അറിയണം. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് കോളം, ഇത് 2 കോളമാണ്. ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. അപ്പോൾ ഇത് കോളം K1 ഇത് കോളം K2 എന്നും കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഹിഞ്ച്ഡ് എൻഡാണ്. അപ്പോൾ ഹിഞ്ച്ഡ് എൻഡായിട്ടുള്ള ഒരു കോളത്തിൻ്റെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെക്ചർ നമ്പർ 2-ൽ 3EI/L³ ആണ്. ഇനി 2 കോളവും പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് അത് K1 + K2 ആയിരിക്കും. ഇപ്പോൾ രണ്ടും സെയിം ആയിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം, എഫക്റ്റീവ് സ്റ്റിഫ്നെസ് 2K is equal to 2 times of 3EI/L³ എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ 2 times വരാൻ കാരണം 2 കോളവും പാരലൽ കണക്ഷനാണ്. 3 into ഈ വാല്യൂ യങ്സ് മോഡുലസ് 210 into 10 raised to 9 I 150 into 10 raised to minus 6 divided by L³. അപ്പോൾ L³ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ I നമ്മൾ മീറ്ററിലാണ്, E നമ്മൾ മീറ്ററിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലെങ്ത്തും നമ്മൾ മീറ്ററിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ കോളത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് 3 മീറ്ററാണ്. അപ്പോൾ ഇവിടെ 3 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ഇവിടെ എഴുതിയത് മിസ്റ്റേക്ക് ഒന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3³ എന്ന് കൊടുത്താൽ മതി. ഇതിനെ കൊണ്ട് 3000 എന്ന് ഇട്ടാൽ ഈ കിട്ടുന്ന വാല്യൂ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 3³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 7 into 10 raised to 6 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ is equal to √K/M. Kയുടെ വാല്യൂ 7 into 10 raised to 6, മാസ് 5000 kg ആണ്. സോൾവ് ചെയ്യുമ്പോൾ 37.42 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തത് ഫ്രീക്വൻസി റേഷ്യോ ബീറ്റയാണ്.
ഒമേഗ ഡാഷ് ബൈ ഒമേഗ ഡാഷ് നമുക്ക് 10 ആണെന്ന് കിട്ടി. ഫ്രീക്വൻസി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോൾവ് ചെയ്യുമ്പോൾ 0.267 എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ എക്സ് ഡൈനാമിക്. നമുക്കറിയാം എക്സ് ഡൈനാമിക് ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാറ്റിക് ഇൻറ്റു മ്യൂ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ഇക്വേഷൻ F0/k ഇൻറ്റു 1/√(1 - β square the whole square plus 2 epsilon beta the whole square. ഇനി കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F0 നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 × 10⁻³ സ്റ്റിഫ്നെസ് ഓഫ് കോളം കണ്ടുപിടിച്ചു 7 × 10�6. ബീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എപ്സിലോൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഡൈനാമിക് ഈസ് ഈക്വൽ ടു മീറ്ററിലായിരിക്കും കിട്ടുന്ന വാല്യൂ മീറ്ററിലായിരിക്കും. അതിനെ ഇൻറ്റു 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7.69 mm എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് മീറ്ററിൽ അല്ലെങ്കിൽ MM കിട്ടുന്നതെന്ന് വെച്ചാൽ കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇവിടെ നോക്കിക്കേ, കെ നമ്മൾ കണ്ടുപിടിച്ചത് ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പോൾ കറസ്പോണ്ടിങ്ങിലി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം മീറ്ററിലായിരിക്കും. അതിനെ എന്ത് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് 7.69 mm എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ സിസ്റ്റം ഷോൺ ഇൻ ദ ഫിഗർ ഹാസ് K is equal to 40 Newton per centimeter and weight 100 Newton. When the excitation force Ft is equal to 20 sin 10t, determine the equation of റിസൾട്ടിങ് മോഷൻ. അപ്പോൾ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന കെ തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, FT തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. ഒരു സ്റ്റിഫ്നെസ് സ്പ്രിങ്ങിൻ്റെ മാസിൻ്റെ താഴെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന ഡാറ്റ ഒന്ന് എഴുതാം. K is equal to 40 Newton per centimeter. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്ററിലാണ് കെ എഴുതേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബൈ സെൻറ്റിമീറ്ററിനെ ബൈ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ടാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്ററിലായിരുന്നെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്തേനെ. അതൊക്കെ ബേസിക്കാണ്. അപ്പോൾ 40 × 10⁻², അത്രയും ന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് തന്നേക്കുന്നത് വെയിറ്റാണ്, നമുക്ക് വേണ്ടത് മാസ്സാണ് അല്ലേ. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ജി വാല്യൂ. വെയിറ്റ് 100, ജി വാല്യൂ 9.81. സോൾവ് ചെയ്യുമ്പോൾ അത്രയും kg എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. F(t) is equal to F0 × sin ω'. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ 20 × sin 10t എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്താൽ F0 20 ആണെന്ന് കിട്ടും, ω' 10 ആണെന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും എടുത്ത് എഴുതി വെച്ചേക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ ഡാമ്പിംഗ് സി വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഡാമ്പിംഗ് വാല്യൂ തന്നതായിട്ടൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദ ഡാമ്പിംഗ് ഈസ് നോട്ട് മെൻഷൻഡ്, അതായത് സി വാല്യൂ ഒന്നും തന്നിട്ടില്ല. ദെർഫോർ അസ്യൂം ഇറ്റ് ഈസ് എ അൺഡാംഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇപ്പോൾ നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ തന്നെ 2 ഉണ്ട്, അൺഡാംഡും ഉണ്ട്, ഡാംഡും ഉണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡാമ്പിങ്ങിൻ്റെ ഒരു വാല്യൂവും തരാത്തതുകൊണ്ട് നമുക്കിതിനെ അൺഡാംഡ് കണ്ടീഷനായിട്ട് അസ്യൂം ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ അൺഡാംഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്പോൺസിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞായിരുന്നു. F0/k × 1/1 - β square × sin ω'(t - β × sin ωt). ഇത് നമ്മൾ ആ സിംപ്ലിഫൈ ചെയ്ത ഫോമാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുക. ഇനി ഈ ഇക്വേഷനിൽ F0, K, ബീറ്റ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഒമേഗയാണ്. കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഒമേഗ വേണം. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു √(k/m) ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് കെയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 × 10⁻². എം ശ്രദ്ധിക്കുക, വെയിറ്റ് ബൈ ജി ആണ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 19.8 radians/s എന്ന് കിട്ടും. ഇനി ഒമേഗ കിട്ടി, ω' ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അവിടെ നിന്ന് ബീറ്റ് കണ്ടുപിടിക്കാം. ബീറ്റ ഇസ് ഈക്വൽ ടു ω'/ω. ഇപ്പോൾ 10 / 9.8 സോൾവ് ചെയ്യുമ്പോൾ 0.505 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതൊക്കെ വാല്യൂസാണ്, ω', അതായത് ഈ ഇക്വേഷനിൽ F0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ബീറ്റ ω, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഇതാണ് F0, ഇത് K വാല്യൂ, ഇത് ബീറ്റ, ഇത് ω', ഇത് ബീറ്റ, ഇത് ω. ഇത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നത് ഇത് മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്യുക. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.671 എന്ന് കിട്ടും. ദെർഫോർ ദ ഇക്വേഷൻ ഓഫ് മോഷൻ, ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ x(t) is equal to 0.67 ഇൻറ്റു ബ്രാക്കറ്റിൽ sin 10t - 0.505 ഇൻറ്റു sin 19.8t. അപ്പോൾ ഇക്വേഷനായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. ഈ ഒരു റിസൾട്ടിങ് മോഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചത്, എക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 4 meter സപ്പോർട്ട്സ് എ മെഷീൻ അറ്റ് മിഡ് സ്പാൻ. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മിഡ് സ്പാനിൽ ഒരു ലോഡ് തന്നിട്ടുണ്ട്. 4 meter ആണ് അതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്. ഇനി ദ വെയിറ്റ് ഓഫ് മെഷീൻ 400 Newton ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ദ ഹാർമോണിക് ഫോഴ്സ്
എക്സേർട്ടഡ് ബൈ ദ മെഷീൻ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെഷീൻ എക്സേർട്ട് ചെയ്യുന്ന ഹാർമോണിക് എക്സൈറ്റേഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ 20 × sin 15t അത്രയും ന്യൂട്ടൺ. ഡിറ്റർമൈൻ ദ മാക്സിമം ആൻഡ് റെസൊണൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ തന്നെ 2 വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ, റെസൊണൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. അതായത് റെസൊണൻസ് എന്ന് പറയുമ്പോൾ ബീറ്റ = 1 ആ സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇത് രണ്ടും കണ്ടുപിടിക്കണം. അസ്യൂം 5% ക്രിട്ടിക്കൽ ഡാമ്പിങ്. ഈ വാല്യൂ തന്നിട്ടുണ്ട്, ഐ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നതിൽ നിന്ന് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ക്രിട്ടിക്കൽ ഡാമ്പിങ് 5% ആണ്. അപ്പോൾ എപ്സിലോൺ = 5%, which is equal to 5/100.05. ഈ തന്നിട്ടുണ്ട്, E is equal to 2 × 10⁵ Nm/mm². ഐ തന്നേക്കുന്നത് 6000 mm/4. അപ്പോൾ രണ്ടും mm തന്നെയാണ് തന്നേക്കുന്നത്. ഇനി ലെങ്ത് ഓഫ് ദ ബീം 4 മീറ്റർ ആണ്. അപ്പോൾ ഇത് MM-ലായതുകൊണ്ട് നമ്മൾ ഇതിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്ത് 4000 mm. ഇനി ഫോഴ്സ്, എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F0 × sin ω' × t. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ 20 sin 15t. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുക. F0 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. അപ്പോൾ F0 20 ന്യൂട്ടൺ. ω/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആയിരിക്കും. അപ്പോൾ ω/t എക്സൈറ്റേഷൻ ഫ്രീക്വൻസി = 15 radians/second. ഓക്കെ. ഇനി നമുക്ക് തന്നേക്കുന്ന വെയിറ്റ് ആണ്. വെയിറ്റ് = 800 ന്യൂട്ടൺ ആണ്. മാസ് കണ്ടുപിടിക്കാനായിട്ട് 800/9.81 അത്രയും kg. ഇനി ഇതിൻ്റെ അകത്ത് കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നും ഇതിൻ്റെ അകത്ത് തന്നേക്കുന്ന ലോഡ് ഇതെങ്ങനെ പോയിന്റ് ലോഡാണെന്ന് മനസ്സിലാവും. ഓക്കെ. ഇപ്പോൾ ഇവിടുത്തെ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് നോക്കുക, ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്തിൻ്റെ ലോഡാണ്? ഒരു പോയിന്റ് ലോഡിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നും അതിലുള്ള ലോഡ് പോയിന്റ് ലോഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു പോയിന്റ് ലോഡാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ലെക്ചർ 2-ൽ പഠിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 5-ലെ ലെക്ചർ 2-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. K = 48 EI/L3. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 48 × ഈ വാല്യൂ, ഐ വാല്യൂ, എൽ ഇതെല്ലാം MM-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 0.9 Nm/mm ആയിരിക്കും. ഇനി നമുക്കറിയാം കെയുടെ വാല്യൂ Nm/m-ലാണ് നമുക്ക് ബാക്കി ഇക്വേഷനിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക? ×1000 കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് 0.9 × 10⁻³ അത്രയും ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നാച്ചുറൽ ഫ്രീക്വൻസി ω കണ്ടുപിടിക്കണം. നാച്ചുറൽ ഫ്രീക്വൻസി = √K/m. K നമുക്കിപ്പോൾ കിട്ടി. M 800/9.81 സോൾവ് ചെയ്യുമ്പോൾ 3.32 radians/second എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഒമേഗയും കിട്ടി. ഇനി അടുത്തത് ഫ്രീക്വൻസി റേഷ്യോ ബീറ്റ. ബീറ്റ = ω'/ω ആണ്. ω15 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 3.32 സോൾവ് ചെയ്യുമ്പോൾ 4.52 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ മെയിൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എക്സ് ഡൈനാമിക് എന്നാണ് പറയുന്നത്, which is equal to x static × μ. അതിൻ്റെ മെയിൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ F0/K × 1/√1 - β² + 2 epsilon β². ഇപ്പോൾ 2 കേസാണ്. ഒന്ന് മാക്സിമം. അപ്പോൾ എക്സ് മാക്സിമം കണ്ടുപിടിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. F0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20. K സ്റ്റിഫ്നെസ് ആണ് കണ്ടുപിടിച്ചു 0.9 × 10⁻³ ബീറ്റ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4.2. എപ്സിലോൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.05. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മാക്സിമം = 1.143 × 10⁻³ അത്രയും മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഇത് മീറ്റർ എന്ന് കിട്ടാൻ കാരണം ഇവിടെ നമ്മൾ K മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ഉത്തരം മീറ്ററിലായിരിക്കും. ഇനി എന്ത് ചെയ്യുക? ×1000 ചെയ്യുമ്പോൾ നമുക്കതിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എക്സ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് കിട്ടി. ഇനി അടുത്ത രണ്ടാമത് ചോദിച്ചേക്കുന്നത് റെസൊണൻറ്റ് ആംപ്ലിറ്റ്യൂഡാണ്. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ റെസൊണൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം റെസൊണൻസ് എപ്പോഴാണ് വരുന്നത്? ബീറ്റ = 1 ആകുമ്പോഴാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ വലിയ ഇക്വേഷനിൽ ബീറ്റ = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ മ്യൂ വാല്യൂ ബീറ്റ = 1 ആകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് മാറും? സിംപ്ലിഫൈ ചെയ്ത് 2 epsilon എന്നുള്ള രീതിയിലേക്ക് സിംപ്ലിഫൈ ആവും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയേക്കുക. അപ്പോൾ എക്സ് ഡൈനാമിക് = F0/K × 1/2 epsilon. ഇനി ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ ബീറ്റ = 1 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ഇത് 1 ആണ്, ബാക്കി പോയിട്ട് ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ സിംപ്ലിഫൈഡ് ഇക്വേഷനാണിത്. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യുക? F0 പകരം 20, Kന് പകരം 0.9 × 10⁻³ 2 × epsilon 2 × 0.05 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.222 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മീറ്ററിലായതുകൊണ്ടാണ് ഇത് മീറ്ററിൽ കിട്ടുന്നത്. ഇനി വേണമെങ്കിൽ ×1000 ചെയ്തിട്ട് MM-ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സോഫാർ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന കംപ്ലീറ്റ് ഡെറിവേഷനും അതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെ ചോദിച്ചേക്കുന്ന എല്ലാ മോഡൽ പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 5 എളുപ്പമാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡെറിവേഷനും നമ്മളിപ്പോൾ ചെയ്ത മോഡൽ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച്
കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ 5 ഒരു തെറ്റും ഇല്ലാതെ സുഖമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെക്ചറോടെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലെക്ചേഴ്സ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.